ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു എൻട്രി ഇവിടെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ്, മെയിലെ ഫസ്റ്റ് ദിവസമാണ്. ഫസ്റ്റ് എൻട്രിയാണ് 24,600 പുട്ട് ഓപ്ഷൻ 186.5 എൻട്രി. അതിൽ ഇവിടെ ജസ്റ്റ് നമുക്ക് മാർക്ക് വെക്കാം 186.5 കുറച്ചുകൂടെ മേലേക്കാണ്, അത് കാണാനില്ലല്ലോ. 186. ഓക്കെ, 186.5 എൻട്രി. ഇനി ടാർഗറ്റ് മെസ്സലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് വന്നത് 216.5 216.5 പറയുമ്പോൾ 216. ഓക്കെ, ഏകദേശം ഈ റേഞ്ചിലാണ് ടാർഗറ്റ് വന്നത്. അപ്പോൾ കറക്റ്റ് 30 പോയിന്റിൽ തന്നെയാണ് ടാർഗറ്റ് വന്നത്. വേറെ പ്രശ്നം ഓക്കെ, കൂടുതലായിട്ടൊന്നും പറയാൻ ഇല്ല ഈ ട്രേഡിനെ കുറിച്ച്. ഇനി വളരെ പെട്ടെന്ന് തന്നെ SL അടിച്ച് എടുത്തത് ഓർമ്മയുള്ളൂ. ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും തന്നെ SL അടിച്ചു വേണ്ടി. ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് എടുത്ത എൻട്രിയാണ് പുട്ട് ഓപ്ഷനിൽ. ശരിക്കും പറഞ്ഞാൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഒരുപാട് ടാപ്പ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഡേയ്സിലൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഈ ഒക്കെ ടാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മേലേക്ക് വന്നൊരു ചാൻസ് ഉണ്ട്. പക്ഷേ അതൊക്കെ ടാപ്പ് ചെയ്തതിന് ശേഷം മേലെ വന്നിട്ട് ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ താഴേക്ക് എൻട്രി എടുത്തത്. കറക്റ്റായിട്ടുള്ള എൻട്രിയാണ്, നല്ല എൻട്രി സെറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതിലും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് ലെവൽസ്, ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയാസ് ഒരുപാടെണ്ണം പ്രീവിയസ്ലി എടുത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ SL അടിച്ച് പറയാൻ പറ്റില്ല. എന്തായാലും എൻ്റെ വ്യൂ ബെയറിഷ് ആയിരുന്നു. കുറച്ച് ഓവറോൾ ബുള്ളിഷ് തന്നെയാണ് മേലേക്ക് തന്നെ. പക്ഷേ ചെറിയൊരു ടൈമിൽ ഒന്ന് താഴേക്ക് വന്ന് കുറച്ചും കൂടെ ഒന്ന് താഴേക്ക് വന്ന് താഴെ ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ട് മേലേക്ക് പോകുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ SL അടിച്ചു പോയി. കുഴപ്പമില്ല, ഇനി നല്ലൊരു എൻട്രി വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം. മേലോട്ടായാലും കുഴപ്പമില്ല, താഴേക്കായാലും കുഴപ്പമില്ല. താഴേക്ക് ഇനി ഓവർ നോക്കുന്നില്ല. നല്ല എൻട്രി കുറച്ചും കൂടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മേലേക്ക് തന്നെ ആയിരിക്കും പോകാനുള്ള ചാൻസ് കൂടുതൽ. അതുകൊണ്ട് അപ്സൈഡ് എൻട്രിക്ക് തന്നെയാണ് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇനി ഒരു എൻട്രി വരികയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്നായിരിക്കും. താഴെ വന്ന് ഈ ഒരു ലെവൽ 24,586.95 ഈ ഒരു ലെവലിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ 1 മിനിറ്റ് നോക്കിയിട്ട് നല്ലൊരു എൻട്രി കിട്ടിയാൽ അപ്സൈഡിലേക്ക് എടുക്കാം. അത് നല്ല മൊമെൻ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ എൻട്രി വരുന്ന ഇന്നത്തെ ഫസ്റ്റ് എൻട്രിയാണ്, മെയിലെ ഫസ്റ്റ് എൻട്രിയാണ് SL അടിച്ചത്. ഇന്ന് മെയ് അല്ലേ, അല്ല ഇത് ജൂണല്ല, സോറി ജൂണാണ്. ജൂൺ മാസത്തിലെ ഫസ്റ്റ് എൻട്രിയാണ്, അതാണ് SL അടിച്ചത്. ഇനി അടുത്തൊരു എൻട്രി വരുന്ന സമയത്ത് ഞാൻ പറയാം. പിന്നെ മറ്റേ നമ്മളെ SL ജസ്റ്റ് ടിപ്പിലടിച്ചിട്ടാണ് ഇപ്പോൾ കയറി പോകുന്നത്. ഇനി എന്താണെന്ന് അറിയില്ല, ടിപ്പിലടിച്ച് പോവോ തിരിച്ച് വരുമോ എന്താണെന്ന് അറിയില്ല. എന്തായാലും പേഴ്സണലി നമ്മുടെ അടുത്ത് SL അടിച്ച് കറക്റ്റ് SL ടാർഗറ്റൊക്കെ വെച്ചിന് അത് SL അടിച്ച്, അതൊക്കെ. പിന്നെ വേറൊരു കാര്യം, മെയിലെ PNL വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞാനൊക്കെ ഫുള്ള് ബിസി ആയിപ്പോയി, സൺഡേ സാറ്റർഡേ ഒക്കെ. അതുകൊണ്ട് ഇനി ഒന്നെങ്കിൽ ഈ ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം കുറച്ച് ടൈം കിട്ടുകയാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വരുന്ന ശനിയാഴ്ച ഞായറാഴ്ച എങ്ങാനും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും അപ്ലോഡ് ചെയ്യാതിരിക്കില്ല. പക്ഷേ അതിന് ടൈമും കാര്യങ്ങളൊന്നും റെഡി ആയി വരുന്നില്ല, അതുകൊണ്ടാണ്. സോ ഇനി പുതിയൊരു എൻട്രി വരുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഫസ്റ്റ് എടുത്ത ട്രേഡ് SL ടിപ്പിലടിച്ചിട്ടാണ് ടാർഗറ്റിൽ പോയത്. ഈ ഒരു ഏരിയയിൽ ടിപ്പിലടിച്ചിട്ടാണ് ഇപ്പോൾ ടാർഗറ്റിൽ പോയത്. നമ്മൾ വെച്ച ടാർഗറ്റ് 30 പോയിൻ്റാണ്. അടിയുള്ളൊരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് 30 പോയിൻ്റ് അടിച്ച്. പക്ഷേ ടിപ്പിൽ SL അടിച്ചു 9:59 എൻട്രി എടുത്ത് 10 മണിക്ക്. ആകെ ഒരു മിനിറ്റ് ഉണ്ടായുള്ളൂ. ഈ മെയ് ഇതിപ്പോൾ ജൂൺ മന്താണ്. ജൂൺ മന്തിലെ ഫസ്റ്റ് ട്രേഡാണ്. നല്ല ഐശ്വര്യമായിട്ട് ചോപ്പ് കണ്ടിട്ടാണ് ജൂൺ മന്ത് തുടങ്ങിയത്. അതും പെട്ടെന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് ഉണ്ടാവുള്ളൂ. ഒരു മിനിറ്റ് കൊണ്ട് SL അടിച്ച്. കുഴപ്പമില്ല, നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്ത് പെട്ടെന്ന് തന്നെ SL അടിച്ച് നേരെ പോയി ടാർഗറ്റിലേക്ക് കയറി. നമ്മളെ വ്യൂവും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഇനി മേലെ നിന്ന് ഓവറോൾ വ്യൂ ബുള്ളിഷാണ്. പക്ഷേ ചെറിയൊരു ടെമ്പററി ആയിട്ട് ഒന്ന് താഴേക്ക് ഒന്ന് താഴത്തെ ഒരു ലിക്വിഡിറ്റി എടുക്കുന്നുള്ള രീതിയിൽ എടുത്തൊരു ട്രേഡാണ്. മാർക്കറ്റ് അങ്ങനെ തന്നെ വരികയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ SL അടിച്ചിട്ടേ പോയത്. അത് വിഷയമല്ല. ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് 5 മിനിറ്റ് IDX ആണ് മേലേക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഒരു ഡൗൺ സൈഡ് IDX ആണ്. അതിന് പുറമെ ഓൾറെഡി ഹയർ ടൈം ഫ്രെയിമിലുള്ള പ്രീവിയസ് ഡേയിലൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് ലിക്വിഡിറ്റി ഏരിയാസ് ഓൾറെഡി രാവിലെ തന്നെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ഏരിയയും കൂടെയാണ് ഇപ്പോൾ ടാപ്പ് ചെയ്തത്. അതുകൊണ്ട് ഇനി മേലേക്ക് ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ നല്ലൊരു പോസിബിലിറ്റി ആയിരിക്കും. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 24,550 കോൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാം. അതായിരിക്കും ATM ആയിട്ടുള്ള കോൾ ഓപ്ഷൻ. സോ ഡയറക്റ്റ് എൻട്രി എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടുള്ളൂ. ഇനി നോക്കിയിട്ട് 1 മിനിറ്റിൽ നല്ല കാര്യങ്ങളൊക്കെ ഫോമായി വന്നതിന് ശേഷം നമുക്കൊരു എൻട്രി നോക്കിയിട്ട് എടുക്കാം. എന്തായാലും എൻട്രി കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇന്നത്തെ രണ്ടാമത്തെ ട്രേഡും ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഫ്ലാറ്റ് ട്രേഡിൽ നോക്കുകയാണെങ്കിൽ 24,600 കോൾ ഓപ്ഷനാണ് എടുത്തത്. നേരത്തെ പുട്ട് ഓപ്ഷനാണ്. ഇനി ഇപ്പോൾ മേലേക്കായി. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 226.6 എൻട്രി വന്നത്. ഇവിടെ ജസ്റ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്തേക്കാം. 266
226 അല്ലേ, 226 24,600 ഇത് 24,550 പുട്ട് ഓപ്ഷനാണ്. അത് നേരത്തെ അടിയിലുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചത്. പക്ഷേ മാർക്കറ്റ് ഒരുപാട് മേലേക്ക് കയറിയതുകൊണ്ട് ഞാൻ 24,600 എടുത്തത്. സോ അതൊന്ന് ജസ്റ്റ് ചാർട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൽ 226.6 എൻട്രി വന്നത്. 226. ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് നമ്മളെ എൻട്രി കറക്റ്റായിട്ട് വന്നത്. അതിൽ ടാർഗറ്റ് വന്നത് 256.6, കറക്റ്റ് 30 പോയിൻറ്റ്സിലാണ്. അതിൽ ചേഞ്ചസ് ഒന്നും വരുത്താനൊന്നുമില്ല. സോ 256.6 വരുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിൽ വരും. ഓക്കെ, അപ്പോൾ കറക്റ്റ് 30 പോയിൻറ്റ്സിൽ ടാർഗറ്റ് ഉണ്ട്. ഇനി SL കൂടെ എക്സ്ട്രാ നമുക്ക് നോക്കി നോക്കാം. SL 6 പോയിൻ്റാണ്. 6 പോയിൻ്റ് എന്ന് പറയുമ്പം ഏകദേശം 5 പോയിൻ്റ് നമുക്ക് ഏകദേശം ഈ റേഞ്ചിൽ വരും. 220.6 ഉണ്ടാവും. അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളാം. കറക്റ്റ് തന്നെയല്ലേ വന്നതല്ലേ. SL അങ്ങനെ ചേഞ്ച് ഒന്നും വേറെ ഇല്ല, എന്നാലും ഒന്ന് ചെക്ക് ചെയ്താണല്ലോ. കറക്റ്റാണ്, 220.6 തന്നെയാണ്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ ഈ ട്രേഡിൽ സ്വിംഗ് ഹൈ ഒന്നും ഞാൻ ടാർഗറ്റായിട്ട് വെക്കണില്ല. അതുകൊണ്ട് നിഫ്റ്റിൻ്റെ ചാർട്ടിലൊന്നും മാർക്കിങ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നിഫ്റ്റിയിൽ എത്ര പോയാലും കുഴപ്പമില്ല. നിഫ്റ്റിയിൽ ശരിക്കും ടാർഗറ്റ് ഡേ ഹൈ ഒക്കെ ആണ്. പക്ഷേ 30 പോയിൻ്റാണ് ഇതിൽ വെക്കുന്നത്. അതായത് നിഫ്റ്റിയിൽ ശരിക്കും പ്രോപ്പർ ലിക്വിഡിറ്റി ഡേ ഹൈ ആണ്. ഡേ ഹൈ എത്തുന്നതിൻ്റെ മുന്നേ എന്തായാലും ഇത് അടിക്കുന്നുള്ള ഒരു ഉറപ്പാണ് 30 പോയിൻറ്റ്സ്. അതുകൊണ്ട് ഇനി ഒരു മാനുവൽ എക്സിറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഈ ട്രേഡിൽ. ചെറിയൊരു പ്രോഫിറ്റ് വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ട്രേഡ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലോസൊക്കെ കവർ ചെയ്ത് 1:1 കൂടുതലൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഇതിലിനി മാനുവൽ എക്സിറ്റും വേറെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കാൻ മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ SL അല്ലെങ്കിൽ ടാർഗറ്റ്. ആ ഒരു പ്ലാനിലാണ് ഈ ട്രേഡിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് ടാർഗറ്റ് ആണോ SL ആണോ എന്താണെന്നൊക്കെ ഞാൻ കാണിക്കാം. ഓക്കെ, നമ്മളെ സെക്കൻഡ് ട്രേഡ് ഇവിടെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലാറ്റ് ട്രേഡിൽ പോയി നോക്കി നോക്കാം. ജസ്റ്റ് പഠിച്ചിട്ടേ ഉള്ളൂ. 256.6 ടാർഗറ്റ്. ഇവിടെ കാണാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. പൊസിഷനിൽ പോയി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ 2 ട്രേഡ് ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഫസ്റ്റ് ട്രേഡ് SL ആണ്. ഇനി സെക്കൻഡ് ട്രേഡ് ടാർഗറ്റ് ആണ്. അതിൽ 960 ആണ് നമുക്ക് ലോസ് വന്നത്. പ്രോഫിറ്റ് വന്നത് 4,500 ആണ്. നമ്മളെ റിസ്ക് റിവാർഡ് 1:5 ആണ്. എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. അതിൽ നെറ്റ് ടോട്ടൽ നോക്കുമ്പോൾ 3,500 ആയിരിക്കുന്നത് പ്രോഫിറ്റ്. അതിൽ ഫസ്റ്റ് ട്രേഡ് 9:59 എടുത്ത് 10 മണിക്ക് എക്സിറ്റ് ജസ്റ്റ് 1 മിനിറ്റ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ട്രേഡ് 11:01 എടുത്ത് 11:19 ടാർഗറ്റ് അടിച്ചത്. ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് 20 മിനിറ്റിലും കുറവേ എടുത്തിട്ടുള്ളൂ ടൈം. സോ ഇന്നത്തെ രണ്ടാമത്തെ ട്രേഡ് കഴിഞ്ഞു. സമയമാകെ 11:30 ആയിട്ടുള്ളൂ. ഇനി നല്ല ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് വേറെ എൻട്രിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഇനിയിപ്പോൾ ഒരു എൻട്രി വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പുതിയൊരു ലിക്വിഡിറ്റി വരെ ടാപ്പ് ചെയ്യേണ്ടി വരും. ഒരു പുട്ട് ഓപ്ഷനിലുള്ള എൻട്രി ഇനി കിട്ടാനുള്ള ചാൻസ് കുറവാണ്. കാരണം മേലെ പോയിട്ട് മേലുള്ള ലിക്വിഡിറ്റി വരെ ടാപ്പ് ചെയ്യണം. ഇന്നത്തെ ഡേ ഹൈ അതിൽ മേലുള്ള ടാപ്പ് ചെയ്യണം. കോൾ ഓപ്ഷനിൽ എൻട്രി നോക്കണമെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെ വന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി നോക്കാം. അപ്പ് സൈഡിലേക്ക് ഒരു എൻട്രി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൺസിഡർ ചെയ്യാം. ആ എൻട്രി ഇനി കിട്ടുമോ, അങ്ങനെ താഴെ വന്നിട്ട് ഇനി എൻട്രി കിട്ടുമോ എന്ന് അറിയില്ല. മാർക്കറ്റ് കുത്തനെ മേലേക്ക് തന്നെ കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ശരിക്കും ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു ട്രേഡിൽ ടാർഗറ്റ് ഡേ ഹൈയോ അല്ലെങ്കിൽ മേലുള്ള അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഒക്കെ വേണമെങ്കിൽ വെക്കാം. നിഫ്റ്റിയിലുള്ള സ്വിംഗ് ഹൈ നോക്കി വെക്കുകയാണെങ്കിൽ. പക്ഷേ ഞാൻ കറക്റ്റ് 1:5 30 പോയിൻറ്റിൽ ഇറങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. എന്തായാലും ഇനി പുതിയൊരു ട്രേഡ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഇന്ന് വേറെ എൻട്രിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്ന് നമ്മൾ രാവിലെ എടുത്ത ആ 2 ട്രേഡ് മാത്രം. അതിൽ ഫസ്റ്റ് ട്രേഡ് SL അടിച്ച് 960, സെക്കൻഡ് ട്രേഡ് ടാർഗറ്റ് അടിച്ച് 4,500. അതിൻ്റെ ടോട്ടൽ 3,500 പ്രോഫിറ്റ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ രാവിലെ കംപ്ലീറ്റ് പറഞ്ഞാണ്. 9:59 ഫസ്റ്റ് ട്രേഡ് എടുത്ത് അത് 10 മണിക്ക് ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് SL അടിച്ച്. രണ്ടാമത്തെ 11:01 എടുത്ത് 11:19 ടാർഗറ്റ് അടിച്ച് ഒരു 20 മിനിറ്റിലും കുറവ്. ജസ്റ്റ് 20 മിനിറ്റ്സിലാണ് ആ 4,500 ടാർഗറ്റൊക്കെ അടിച്ചത്. സോ അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ട്രേഡ്. മാർക്കറ്റ് അതിന് ശേഷം മേലെ പോയിട്ട് മേലത്തെ ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ എടുത്ത് ഇന്നത്തെ ഡേ ഹൈ എടുത്ത് അതിന് ശേഷം മേലെ പോയിട്ട് വേറെയും ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. സോ പക്ഷേ അതിലൊന്നും നമുക്ക് കാര്യമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് എൻട്രി എടുത്ത് ടാർഗറ്റ് വെച്ച് SL വെച്ച് അതിലേതൊക്കെ അടിച്ച് അത്രേ ഉള്ളൂ. പിന്നെ ഇതിപ്പോൾ സമയം 17:15 ആയിട്ടുണ്ട്. എനിക്ക് 1-2 ചെറിയ പരിപാടി ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ കംപ്ലീറ്റ് റെക്കോർഡും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ എഡിറ്റ് ചെയ്ത് ഇടാൻ കഴിയുമോ എന്നുള്ള അറിയില്ല. അപ്പോൾ ചിലപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ മറ്റേ PNLൻ്റെ വീഡിയോയും ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇനിയൊരു പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.